ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ആൾ ടൈം തളപതി വിജയ് നായകനായി വെങ്കട്ടപ്രഭു സംവിധാനം ചെയ്ത് ഇന്നലെ സെപ്റ്റംബർ 5 തിയേറ്ററിലെത്തിയ ഈ ആക്ഷൻ പാക്ഡ് കൊമേഴ്ഷ്യൽ എന്റർടൈനർ സിനിമയുടെ 2 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ആദ്യ ദിവസമായ ഇന്നലെ വ്യാഴാഴ്ച അപേക്ഷിച്ച് രണ്ടാം ദിവസമായ വെള്ളിയാഴ്ച ചിത്രത്തിന്റെ കളക്ഷനിൽ ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. കേരള ബോക്സ് ഓഫീസിൽ ആദ്യ ദിവസം 5,80,00,000 രൂപയായിരുന്നു ഈ സിനിമ ഓപ്പണിംഗ് കളക്ഷനായി നേടിയെടുത്തതെങ്കിൽ രണ്ടാം ദിവസമായ ഇന്ന് വെള്ളിയാഴ്ച ഈ ചിത്രം കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി ഏകദേശം 1,30,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. തമിഴ്നാട് ബോക്സ് ഓഫീസിൽ ആദ്യ ദിവസം ഈ ചിത്രം 31,50,00,000 രൂപയായിരുന്നു കളക്ട് ചെയ്തിരുന്നത്. ഇന്ന് ഈ ചിത്രത്തിന്റെ തമിഴ്നാട് കളക്ഷൻ ഏകദേശം 18 കോടിയോളം രൂപയാണ്. ആദ്യ 2 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി 7 കോടിക്ക് മുകളിൽ നേടിയ സിനിമ ആദ്യ 2 ദിവസത്തെ തമിഴ്നാട് കളക്ഷനായി ഏകദേശം 50 കോടിക്ക് അടുത്ത് എത്തി നിൽക്കുകയുമാണ്. ആദ്യ ദിവസം ആന്ധ്ര തെലങ്കാനയിൽ നിന്ന് 3,55,00,000 സ്വന്തമാക്കിയ സിനിമ കർണാടക കളക്ഷനായി 8,75,00,000 രൂപയും റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 3,40,00,000 രൂപയുമാണ് സ്വന്തമാക്കിയത്. ചിത്രം ആദ്യ ദിവസം ഓവർസീസ് കളക്ഷനായി നേടിയെടുത്തത് 47,50,00,000 രൂപയാണ്. വിവിധ ട്രാക്കേഴ്സ് പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഈ സിനിമ ആദ്യ ദിവസം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 100,50,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. അതേസമയം ചിത്രത്തിന്റെ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ടുകൾ പ്രകാരം ആദ്യ ദിവസം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി ചിത്രം നേടിയെടുത്തിരിക്കുന്നത് 126,32,00,000 രൂപയാണ്. രണ്ടാം ദിവസമായ ഇന്ന് വെള്ളിയാഴ്ചയിലെ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് വന്നാൽ ചിത്രം 45-50 കോടി റേഞ്ചിൽ കളക്ഷൻ നേടിയെടുക്കാനാണ് സാധ്യത. അങ്ങനെ ആദ്യ 2 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി ഈ സിനിമ 150 കോടിക്ക് മുകളിൽ നേടിയെടുക്കുമെന്നാണ് വിവിധ ട്രാക്കർമാർ പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ പ്രകാരം മനസ്സിലാക്കാനാകുന്നത്. മോഹൻലാൽ നായകനായി സിബിമലയിൽ സംവിധാനം ചെയ്ത് 2000-ൽ തിയേറ്ററിലെത്തി പരാജയം ഏറ്റുവാങ്ങിയ സിനിമയാണ് ദേവദൂതൻ. ഈ സിനിമ 4K റീമാസ്റ്റർ പതിപ്പായി തിയേറ്ററിലെത്തിയിട്ട് 50 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. 2000-ൽ തിയേറ്ററുകളിൽ പരാജയം ഏറ്റുവാങ്ങിയ ഈ സിനിമ 4K റീമാസ്റ്റർ പതിപ്പായി വന്ന് വൻ വിജയമാണ് നേടിയെടുത്തിരിക്കുന്നത്. നിലവിൽ 4K റീമാസ്റ്റർ പതിപ്പായി മോഹൻലാലിന്റെ 3 സിനിമകളാണ് തിയേറ്ററിലെത്തിയതെങ്കിൽ ഈ 3 സിനിമകളിൽ ഏറ്റവും കൂടുതൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയെടുത്തിരിക്കുന്നത് ദേവദൂതനാണ്. 1 കോടിയോളം രൂപ ബഡ്ജറ്റിൽ പുറത്തിറങ്ങിയ ദേവദൂതന്റെ 4K റീമാസ്റ്റർ പതിപ്പ് 50 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി നേടിയെടുത്തിരിക്കുന്നത് 5,35,00,000 രൂപയാണ്. മോഹൻലാൽ നായകനായി ഭദ്രൻ സംവിധാനം ചെയ്ത് 1995 മാർച്ച് 30 തിയേറ്ററിലെത്തി വൻ വിജയം നേടിയെടുത്ത സ്ഫടികം എന്ന സിനിമ 4K റീമാസ്റ്റർ പതിപ്പായി നേരത്തെ റിലീസ് ചെയ്തിരുന്നു. 2023 ഫെബ്രുവരി 9 4K റീമാസ്റ്റർ പതിപ്പായി വീണ്ടും തിയേറ്ററിലെത്തിയ സ്ഫടികം എന്ന സിനിമ ഫൈനൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി നേടിയെടുത്തത് 4,87,00,000 രൂപയായിരുന്നു. സ്ഫടികം സിനിമയുടെ റെക്കോർഡ് 5,35,00,000 നേടിയെടുത്ത് ഇപ്പോൾ ദേവദൂതൻ മറികടന്നിരിക്കുകയാണ്. അതേസമയം മോഹൻലാലിന്റെ തന്നെ മൂന്നാമത്തെ 4K റീമാസ്റ്റർ പതിപ്പായി തിയേറ്ററിലെത്തിയ മണിച്ചിത്രത്താഴ് എന്ന സിനിമ 4,41,00,000 രൂപയാണ് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി നേടിയെടുത്തിരിക്കുന്നത്. ഓഗസ്റ്റ് 17 തിയേറ്ററിലെത്തിയ ഈ സിനിമയും വമ്പൻ വിജയമാണ് നിലവിൽ നേടിയെടുത്തിട്ടുള്ളത്. വിപിൻ ദാസിന്റെ തിരക്കഥയിൽ ആനന്ദ് മേനോൻ സംവിധാനം ചെയ്ത് ഓഗസ്റ്റ് 15 തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് വാഴ. സമീപകാലത്ത് തിയേറ്ററിലെത്തിയ ലോ ബഡ്ജറ്റ് മലയാള സിനിമകളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത് ഇപ്പോഴും തിയേറ്ററുകളിൽ തരംഗമായി ഈ സിനിമ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ സിനിമയുടെ ഏറ്റവും പുതിയ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. 3.5 കോടി ബഡ്ജറ്റിൽ പുറത്തിറങ്ങിയ ഈ സിനിമ 40 കോടി ടച്ച് ചെയ്തിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. മമ്മൂട്ടി കമ്പനിയുടെ ഏറ്റവും പുതിയ സിനിമയായ പ്രൊഡക്ഷൻ നമ്പർ 6ന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ നാളെ രാവിലെ 10 മണിക്ക് റിലീസ് ചെയ്യപ്പെടും. മമ്മൂട്ടി, സുരേഷ് ഗോപി എന്നിവർ അഭിനയിക്കുന്ന ഈ സിനിമ ഗൗതം വാസുദേവ മേനോനാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. അജിത് മാമ്പള്ളി സംവിധാനം ചെയ്ത് ആന്റണി വർഗീസ് പെപ്പെ, രാജ്ബി ഷെട്ടി എന്നിവർ പ്രധാന താരങ്ങളായി ഓണം റിലീസായി തിയേറ്ററെത്തുന്ന സിനിമയാണ് കൊണ്ടൽ. സെപ്റ്റംബർ 12 റിലീസിംഗ് പ്രഖ്യാപിച്ചിരുന്ന ഈ സിനിമ ഒരു ദിവസം കൂടെ നീട്ടി, അതായത് സെപ്റ്റംബർ 13 റിലീസ് ചെയ്യും എന്ന പുതിയ വാർത്ത ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ചിത്രത്തിന്റെ ഏറ്റവും പുതിയ 2 ക്യാരക്ടർ പോസ്റ്റർ കൂടി ഇന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. രാഹുൽ രാജഗോപാലിന്റെ തെറിപ്പൻ മിഖായേൽ, നന്ദുവിന്റെ ശ്രാങ്ക് ജോൺ എന്നിങ്ങനെ 2 ക്യാരക്ടർ പോസ്റ്ററാണ് ഇന്ന് റിലീസ് ചെയ്തിട്ടുള്ളത്. സെപ്റ്റംബർ 12 ഓണം റിലീസായി തിയേറ്ററിലെത്തുന്ന മറ്റൊരു സിനിമയാണ് കിഷ്കിന്ദകാന്ഡം. ആസിഫ് അലി, അപർണ ബാലമുരളി എന്നിവർ പ്രധാന താരങ്ങളായി ദിൻജിത്ത് അയ്യത്താൻ സംവിധാനം ചെയ്യുന്ന ഈ സിനിമയുടെ സെൻസറിംഗ് പൂർത്തിയായിട്ടുണ്ട്. UA സർട്ടിഫിക്കറ്റാണ് സിനിമയ്ക്ക് ലഭിച്ചിട്ടുള്ളത്. ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.